ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമല്ലേ. ഞാൻ ഉണ്ടാക്കാൻ പോണെന്നാണ് ഒരു ബദാം ലേഹ്യം എന്ന് പറയുക. കുറച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. ഞാൻ ആദ്യമേ ഇവിടെ ശർക്കര ഉരുക്കാൻ വെച്ച് അരിച്ചിട്ട് അതിങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കുന്നതാണ്. ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കണം. ശർക്കര പാനിയാക്കിയിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ച് കുറുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 50 ഗ്രാം ബദാം കുതിർത്തി തൊണ്ട് കളഞ്ഞിട്ട് ബദാമും ഒരു 10 ഈന്തപ്പഴവും കൂടെ, പിന്നെ കുറച്ച് ഒരു 3-4 ഏലക്കായും ഇട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചു വെച്ചേക്കണേ കാണണം. ഞാൻ അടിച്ചു വെച്ചു. നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മറ്റേ ശർക്കര പാനിയിലേക്ക് നമ്മൾ ഈ ബദാം അരച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ബദാമും ഉണ്ട്, ഈന്തപ്പഴവും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, കുടഞ്ഞിട്ട് കൊടുക്കണം. അരച്ചൊക്കെ വെച്ചാൽ പെട്ടെന്ന് പണി തരും. ഞാനെല്ലാം റെഡിയാക്കി വെച്ചാണ്. അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കണം. അതിങ്ങനെ കുറുക്കി എടുക്കണം. കുറുക്കി വേഗിയാണ്. ഇത് ഈ കുട്ടികൾക്കൊക്കെ നല്ല കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരു സ്പൂൺ കഴിക്കണം. നല്ല കാലുവേദനയൊന്നും ഉണ്ടാവില്ല. ബദാമിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ഹെൽത്തി സാധനം. അതുപോലെ സംഭവം അതേപോലെ ഈന്തപ്പഴവും ഭയങ്കര നമുക്ക് ബ്ലഡ് ഉണ്ടാവും. ഭയങ്കര പണ്ടത്തെ കാരണന്മാർ പറയും ബോഡി എന്നും ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണെന്ന് പറയും. അറിയാവുന്നവരൊക്കെ പറയും എപ്പോഴും ബോഡി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. ഗ്ലോ ആയിട്ട് നിൽക്കും. ഈന്തപ്പഴവും ഈ ബദാമും കൂടെ കഴിച്ചാൽ നമ്മൾ അധികം കഴിക്കരുത് കേട്ടോ. ഒരു സ്പൂൺ മാത്രമേ കഴിക്കാവുള്ളൂ. എന്നിട്ട് അത് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഏലക്ക ഇതിലിട്ടിട്ടുണ്ടല്ലോ. ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇടുന്നത് ഒരു സ്പൂൺ നെയ്യ് ഇടണം. മിൽമയുടെ നെയ്യ് ഒരു സ്പൂൺ ഇട്ടാൽ ആദ്യമായിട്ട്. നെയ്യൊക്കെ എന്തോരം ഇട്ടാലും നല്ല. ഞാനും ഇവിടെ ഇപ്പോൾ ഒരു സ്പൂൺ ഇടുന്നത്. ഒരു ഇട്ടായി പറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും. ഒരു സ്പൂൺ നെയ്യ് ഇടണം അതിനകത്ത്. അപ്പോൾ എന്തൊക്കെയാണ് ഏലക്കായ, ബദാം, ഈന്തപ്പഴം അരച്ചത്, തേങ്ങാപ്പാലിലാട്ടോ ഞാൻ ഈ ബദാമും ഈന്തപ്പഴവും കൂടെ അരച്ചത്. കുറച്ച് തേങ്ങാപ്പാൽ തൻപാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്താണ് ഇത് അരച്ചത്. പശുമ്പാലിടാം. പക്ഷെ നമ്മൾ ഈ ലേഹ്യം എന്ന് പറയുമ്പോൾ വെച്ചേക്കാനാണല്ലോ കുറേ നാൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ തൻപാലാണ് നല്ലത്. 1-ാം പാലില്ലേ, തേങ്ങയുടെ 1-ാം പാലിലാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറേ നാൾ നിന്നോളൂ. പിന്നെ അടുത്തത് ഇടുന്നത് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കണം. ഹണി ഇല്ലാത്തവർ ഒഴിക്കണമെന്നില്ല കേട്ടോ. ഞാൻ ഹണി ഇടണം, നല്ലതാണ്. നല്ല നാടൻ ഹണിയാണ്. അപ്പോൾ അത് ഇച്ചിരി ഒഴിച്ചു. ഹണി ഇട്ട് ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കണം. ചുക്കുപൊടി, ജീരകം, ഏലക്കായ ഞാനിട്ട് അരച്ചതാണ്. അപ്പോൾ അത് ഇനി ഇടണം. ഇത് കുറുകി ഇങ്ങനെ വരും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഒരു സ്പൂൺ വെച്ച് ദിവസവും കഴിച്ചാൽ മതി. ഒരു സ്പൂൺ കഴിച്ചാൽ നമുക്കിങ്ങനെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടുള്ളൊരു പ്രിക്കോഷൻസാണ് ഇതൊക്കെ കഴിക്കണത്. ഒരു സ്പൂൺ കഴിച്ചാൽ മതി. നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ നല്ല ഈ അസുഖങ്ങളൊക്കെ വരാതിരിക്കും. പിന്നെ ഷുഗറുള്ളവർ കഴിക്കരുത് കേട്ടോ. കാരണം മധുരമുള്ള സാധനം അത്. ഷുഗറുള്ളവർ കഴിക്കരുത്. ഷുഗറുള്ളവർ കഴിച്ച് ഷുഗർ കൂടിയാൽ എന്നെ പറയരുത്. അത്രയുള്ള പരിപാടി. അപ്പോൾ ബദാം ലേഹ്യം റെഡി. നമുക്കതിൻ്റെ സ്വാദൊന്ന് നോക്കിയാലോ. കുറുകിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും തൊടാൻ പാടില്ല. വെള്ളം നമ്മൾ ഇപ്പം ഈ ഇളക്കുന്ന ഹാൻഡിലെല്ലാം തുടച്ചിട്ട് വേണം. പാത്രമൊക്കെ വെള്ളത്തിൻ്റെ അംശമേ വെള്ളത്തിൻ്റെ അംശം വന്നാൽ അത് ചീത്തയായിപ്പോവും. സൂപ്പറാണ്.
നല്ല മധുരവും ഉണ്ട് കേട്ടോ. രക്ഷയില്ല, അടിപൊളി സാധനം. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല കേട്ടോ. രാവിലെ ഒരു സ്പൂൺ എല്ലാവർക്കും കൊടുക്കുക, വലിയവർക്കും ഒക്കെ കഴിക്കും. കാലുവേദനയൊന്നും ഉണ്ടാവില്ല, കാലിലൊക്കെ നല്ല എല്ലുകൾക്കൊക്കെ ബലം കിട്ടും. നല്ലൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ബായ്, വീണ്ടും കാണാം കേട്ടോ.